ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിലെ ഖാൻ യൂനിസിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ടവരിൽ അധികവും ഹമാസ് ഭീകരന്മാരാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം പാലസ്തീൻ അതോറിറ്റി പറയുന്നതാകട്ടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ്. രൂക്ഷമായ ആക്രമണം ഓരോ മണിക്കൂറിലും വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ അടിവേരിളക്കുന്നതിനുള്ള ആക്രമണം. ഗാസയുടെ പകുതി ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലായി കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. റഫയ്ക്ക് പിന്നാലെ ഖാൻ യൂനിസിന്റെയും ജബാലിയുടെയും വലിയ മേഖലകൾ ഇസ്രായേലി സേന കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഗാസക്കാരെ, പാലസ്തീനികളെ മധ്യ ഗാസയുടെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീക്കുകയാണ്. ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഓപ്പറേഷൻ വേഗത്തിലാക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഗാസയിൽ ഇനി ഹമാസിന്റെ ഭരണമില്ല, ഗാസയിൽ ഇനി പാലസ്തീനികളില്ല. ഗാസയെ സമ്പൂർണ്ണമായി കുടിയൊഴിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്നത് ഇസ്രായേലി സേനയാണ്. മാർച്ച് മാസം 18-ന് ആരംഭിച്ച ആ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഈ യുദ്ധം ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ മാത്രമല്ല, ഈ യുദ്ധം ഹമാസിന്റെ നേതൃത്വത്തിന് നേരെയാണ്, ഹമാസിന്റെ തലവന്മാരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന്. അക്ഷരാർത്ഥത്തിൽ അത് നടപ്പാക്കുകയാണ് പിന്നീട് ഇസ്രായേൽ ചെയ്തത്. 10 ദിവസത്തിനുള്ളിൽ 10 പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ വധിച്ചു. ഹമാസിന്റെ 5 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ വധിച്ചു. ഹമാസിന്റെ ഇന്റലിജൻസ് മേധാവി വധിച്ചു. കഴിഞ്ഞ ദിവസം മുജാഹിദ് ബ്രിഗേഡിന്റെ തലവനെ വധിച്ചു. നിരവധി ആക്രമണങ്ങളിൽ പങ്കെടുത്ത, ഒക്ടോബർ 7-ലെ മിന്നലാക്രമണത്തിൽ കൊടും ക്രൂരതയിൽ പങ്കെടുത്ത നിരവധി ഭീകരന്മാരെ വളഞ്ഞിട്ട് തീർത്തു. അങ്ങനെ ഗാസയിലുടനീളം ഹമാസിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന. ഗാസയിൽ ഹമാസിന് ഒളിച്ചിരിക്കാൻ ഇടമില്ലാതെ ഹമാസ് വലയുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹമാസ് പിന്തിരിഞ്ഞോടുന്ന കാഴ്ച കാണുന്നു. ഖത്തറിനും ഈജിപ്തിനും മേൽ ഹമാസ് സമ്മർദ്ദം ചെലുത്തുകയാണ് വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ വേണ്ടി. എന്നാൽ ഇനി ഒരു ചർച്ചയും വെടിനിർത്തലുമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. അമേരിക്ക പാറ പോലെ ഇസ്രായേലിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ട് ഹമാസിനെ എന്നേക്കുമായി ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിലെ ഖാൻ യൂനിസിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ടവരിൽ അധികവും ഹമാസ് ഭീകരന്മാരാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം പാലസ്തീൻ അതോറിറ്റി പറയുന്നതാകട്ടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ്.